ടീം പിണറായി മന്ത്രിസഭയിലെ നെടും തൂണുകളായ മന്ത്രിമാരെ തന്നെ ടേം അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ രംഗത്തിറക്കാനുള്ള ഇടതുമുന്നണി നീക്കം UDF-ന് തലവേദനയാകുമോ? എൻകൗണ്ടർ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ പ്രേംകുമാർ പറഞ്ഞതിനുള്ള മറുപടി പറയുന്നതിനോടൊപ്പം ഈ ആന്റി ഇൻകംബൻസിയെക്കുറിച്ചുള്ള എല്ലാ രാഹുലിൻ്റെ വാദങ്ങളെയും അനിൽകുമാറും ഒരു പരിധിവരെ സണ്ണിക്കുട്ടി എബ്രഹാമും തിരസ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ തീരുമാനം യഥാർത്ഥത്തിൽ UDF ക്യാമ്പിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമോ? പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചില മണ്ഡലങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഇപ്പോഴേ തന്നെ വാശി പിടിച്ചു തുടങ്ങുന്നുവെന്ന് മാത്രമല്ല, നിർത്തിയില്ലെങ്കിൽ BJP-യിലേക്ക് പോകുമെന്ന സൂചന പോലും വരുന്നുണ്ട്. ജയിച്ചാൽ ഒന്നുകിൽ തങ്ങളെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കണമെന്നും, ഇല്ലെങ്കിൽ മത്സരിപ്പിച്ചില്ലെങ്കിൽ BJP-യിൽ പോകുമെന്നും തെക്കൻ തിരുവിതാംകൂറിലെ ഒരു നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം നേതാക്കന്മാരുടെ കൂട്ടയോട്ടമാണോ യഥാർത്ഥത്തിൽ UDF-ൽ നടക്കുന്നത്? അല്ല ശ്രീ അരുൺ, അങ്ങേക്ക് തന്നെ ബോധ്യമുണ്ട് ഈ പാനലിൽ പങ്കെടുക്കുന്ന ഒരാൾ ഇടതുപക്ഷ സഹയാത്രികനും ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടു പേർക്കും മറുപടി പറയാനും പിന്നെ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം തരണം, സമയം തന്നാൽ മതി. അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, ശ്രീ ഡോക്ടർ പ്രേംകുമാർ ആയാലും ശ്രീ അനിൽകുമാർ ആയാലും, ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചു കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായിട്ട് യാതൊരു വിധമായിട്ടുള്ള വികാരവുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില കണക്കുകൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യമായി പറയുന്നുണ്ട്, അതായത് 19 സീറ്റിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, അതിനെ നിങ്ങൾ നോക്കണ്ട, അതിന് മുൻപും ശേഷവും. അപ്പോൾ എന്താ, ഈ ലോക്സഭയിൽ നിങ്ങൾ 19 സീറ്റ് താഴേക്ക് പോകുമ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലായിരുന്നു, അതവിടെ നിൽക്കട്ടെ. ഇനിയും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് 2 MP CPM-ന് കിട്ടിയതെന്ന് തമിഴ്നാടിൻ്റെ സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങ് അത് കഴിഞ്ഞിട്ട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങ് വട്ടിയൂർക്കാവിൻ്റെ പേര് പറഞ്ഞു, അങ്ങ് പാലയുടെ കാര്യം പറഞ്ഞു, കോന്നിയുടെ കാര്യം പറഞ്ഞു. അങ്ങെന്തേ അരൂർ വിട്ടുപോയി? 10 തവണ CPI-യും CPM-ഉമായി 10 തവണ ജയിച്ച മണ്ഡലമായ അരൂര് CPM സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് അങ്ങ് അറിഞ്ഞില്ലേ? അപ്പോൾ ആ അരൂർ മണ്ഡലത്തിൻ്റെ മുഖ്യമന്ത്രി, ആ പ്രദേശം ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? അവിടെ പിണറായി വിജയൻ്റെ വേവ് അടിച്ചില്ലേ? ഇനിയും കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ, കേരളത്തിലെ 35 മുനിസിപ്പാലിറ്റികൾ, 45 എണ്ണമാണ് CPM-നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ തിരുത്തുക. 35 മുനിസിപ്പാലിറ്റികൾ UDF ഭരിക്കുകയാണ്. ആ 35 മുനിസിപ്പാലിറ്റികൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? കേരളത്തിലെ 300ഓളം പഞ്ചായത്തുകൾ UDF ഭരിക്കുന്നുണ്ട്. 500 പഞ്ചായത്തുകൾ CPM-ആണ് ഭരിക്കുന്നത്, സമ്മതിച്ചു. 300ഓളം പഞ്ചായത്തുകൾ UDF ഭരിക്കുന്നുണ്ട്. അപ്പോൾ ആ 300 പഞ്ചായത്തുകൾ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ പിണറായി വിജയൻ അല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അപ്പോൾ ഭരണവിരുദ്ധ വികാരം ആ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനെ കൃത്യമായി പല പ്രാദേശിക സാഹചര്യങ്ങൾ കൊണ്ട് സംസ്ഥാനമായി പോകും. അല്ല, കേരളം കോൺഗ്രസ് വിമുക്തമാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഭൂരിപക്ഷം പഞ്ചായത്തുകളും LDF-ന്റെ പക്കലാണെന്ന് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം അവിടെ ഇല്ലെന്നല്ലേ രാഹുൽ? അല്ല, ഭരണവിരുദ്ധ വികാരമേ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അതെങ്ങനെ പറയാൻ കഴിയുക? ഇപ്പോൾ ഭരണത്തിന്റെ നേട്ടമാണെങ്കിൽ ഈ 300 പഞ്ചായത്തുകളിൽ ഭരണത്തിന്റെ യാതൊരു വിധമായ നേട്ടവുമില്ല. മത്സരം നടക്കുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നത് ഭരിക്കുന്ന കക്ഷിക്ക് ആണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ലേ സാങ്കേതികമായി നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുക? അല്ല, അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തെ പറ്റി സംസാരിക്കണ്ടേ? പക്ഷേ അത് കേന്ദ്രത്തിലേക്കെന്നാണ് വികാരമൊക്കെ സംസാരിക്കുമ്പോൾ അല്ലല്ല. അപ്പൊ ഇതാണെങ്കിൽ ത്രിതല പഞ്ചായത്തിലേക്കല്ലേ, പഞ്ചായത്തിലെ ഭരണവിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞാൽ പോരെ? അപ്പോ സൗകര്യപൂർവ്വം ഭരണവിരുദ്ധ വികാരത്തെ ഓരോരോ തെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ അരൂർ എന്താ പ്രശ്നം? എടുക്കത്തെ പറഞ്ഞല്ലോ, അല്ല അടൂരല്ല, കോന്നി പോയില്ലേ? അല്ല അരൂര് 10 അല്ല ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. 10 തവണ CPM-ഉം CPI-യും മാറി പ്രതിനിധീകരിച്ച അരൂര് പോയില്ലേ? അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഒരുപാട് സമയമൊന്നുമില്ലല്ലോ ഡോക്ടറെ. ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് വരികയല്ലേ. അപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാം. അതവിടെ ഒന്ന് നിന്നോട്ടെ. ഞാൻ ഇനി കൗതുകകരമായ വാർത്ത, ഇപ്പോൾ CPM-നെ പറ്റി വരുന്ന വാർത്തകളെല്ലാം പ്രഖ്യാപിച്ചതിന് ശേഷമേ ഡോക്ടർ പ്രേംകുമാർ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് അടങ്ങുന്നില്ല. എന്നാലും ഇന്ന് കേട്ട ഒരു വാർത്ത ഞാൻ പറയാം. ഇപ്പോൾ ചവറയിൽ പിന്നെ അവിടുത്തെ മുൻ MLA മത്സരിക്കുന്നു എന്ന വാർത്ത കേട്ടു. കുട്ടനാട്ടിൽ വിജയൻ പിള്ളയുടെ മകൻ മത്സരിക്കുന്നു എന്ന് വാർത്ത കേട്ടു. കുട്ടനാട്ടിൽ തോമസ് ചാണ്ടിയുടെ അനിയൻ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടു. അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത്, ഇപ്പോൾ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചു, നമുക്കറിയാം PSC-യിലെ ബന്ധു നിയമനത്തെയും പിൻവാതിൽ നിയമനത്തെയും പറ്റി വിദ്യാർത്ഥികളും യുവജനങ്ങളും സമരം ചെയ്തപ്പോൾ ആ സമരത്തിൽ
അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ വന്ന AK ബാലന്റെ ഭാര്യയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെന്ന് വാർത്ത കേൾക്കുന്നു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇനി ചെറുപ്പക്കാരുടെ പാർട്ടി ഏതാണ് എന്നാണ് തർക്കം. ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ട്. 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുടെ ശരാശരി പ്രായം 50 വയസ്സാണ്. തർക്കമുണ്ടെങ്കിൽ പറയാം. അതിൽ 39 വയസ്സുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കാസർഗോഡ്. ഇനി നിങ്ങൾ പറ, 14 ജില്ലകളിലെ CPM ജില്ലാ സെക്രട്ടറിമാരുടെ ശരാശരി പ്രായം പറ. ഇനി CPM സംസ്ഥാന കമ്മിറ്റിയിൽ 87 പേരാണ് ഉള്ളത്. 87 പേരിൽ 50 വയസ്സിലെങ്കിലും താഴെ പ്രായമുള്ള ആകെ 4 പേരേ ഉള്ളൂ, 4-5 പേരേ ഉള്ളൂ. ഇനിയും KPCCയുടെ പട്ടിക എടുത്തു. KPCCയുടെ പട്ടികയിൽ 45 വയസ്സിൽ താഴെയുള്ള 17 പേരുണ്ട്. KPCCയുടെ ഉപാധ്യക്ഷന്മാരിൽ 2 പേർ 45 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. ഇനി KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ 2 പേരുണ്ട്, 40 വയസ്സിൽ താഴെയുള്ളവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 76 വയസ്സുള്ള പിണറായി വിജയൻ തന്നെ നയിക്കുന്ന മുന്നണിയെ തന്നെയാണ് നിങ്ങൾ ചെറുപ്പക്കാരുടെ മുന്നണി എന്ന് പറയുന്നത്. ഇനി MLA-മാരുടെ എണ്ണം എടുത്തു. MLA-മാരുടെ എണ്ണം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഷാഫി പറമ്പിലും ശബരിനാഥും അൻവർ സാദത്തും എൽദോസ് കുന്നപ്പള്ളിയും തൊട്ട് എത്ര ചെറുപ്പക്കാർ ആകെയുള്ള കോൺഗ്രസിന്റെ MLA-മാരിലുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 17 ചെറുപ്പക്കാർ, ഫ്രഷേഴ്സ് അല്ല, 17 ചെറുപ്പക്കാർ 40 വയസ്സിൽ 35 വയസ്സിൽ 40 വയസ്സിലും ഇടയ്ക്കുള്ള കേട്ടുകൊണ്ട് KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, ഇതെല്ലാം അവർ അത് കേട്ടോട്ടെന്നേ ഡോക്ടറെ. ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായിട്ട് CPM പടച്ചുവിടുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. അതായത് ഞങ്ങളെന്തോ വലിയ യുവാക്കളുടെ പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന നിയമസഭാ സാമാജികൻ ഏത് പാർട്ടിയുടെ ഡോക്ടറെ? ഡോക്ടർക്ക് അറിയാലോ, ഡോക്ടർ വിക്ടോറിയ കോളേജിൽ അധ്യാപകനാകുമ്പോൾ ഡോക്ടർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അതിന്റെ സാഹചര്യം ഇനി അത് ചർച്ച ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ മേയർ സ്ഥാനാർത്ഥി തോറ്റു, രണ്ടാമത്തെ മേയർ സ്ഥാനാർത്ഥി തോറ്റു, മൂന്നാമതായിട്ട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് കൊടുത്തതല്ലേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെയാ, 29 വയസ്സുള്ള മാത്യു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാ. അപ്പൊ അങ്ങനെ ആ കണക്കുകൾ പറയുകയാണെങ്കിൽ രണ്ടുപേരും ചെറുപ്പക്കാരെ പരിഗണിക്കുന്നവർ തന്നെയാണ്. കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാരെ പരിഗണിക്കുന്നില്ല എന്ന് CPM കാലാകാലങ്ങളായി ഉയർത്തിവിടുന്ന ഒരു നെഗറ്റീവാണ്. അത് ദൈവത്തെ ഓർത്ത് താങ്കളെ പോലെയുള്ള താങ്കൾക്ക് വിട്ടു നൽകുന്നു, പ്രേക്ഷകർക്ക് വിട്ടു നൽകുകയാണ്. ഞാൻ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. Number 1 election channel 24.